മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ക്രിസ്ത്യൻ സ്റ്റുഡൻസ് മൂവ്മെന്റ് അന്താരാഷ്ട്ര വാർഷിക സമ്മേളനം 26-ന് പത്തനംതിട്ടയിൽ തുടങ്ങും. 26 മുതൽ 29 വരെ നടക്കുന്ന പരിപാടിക്ക് കാതോലിക്കറ്റ് കോളേജാണ് വേദിയാകുന്നത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ക്രിസ്ത്യൻ സ്റ്റുഡൻറ് മൂവ്മെന്റ്. 1908-ലാണ് ഈ പ്രസ്ഥാനം ആരംഭിച്ചത്. ഇന്ന് ഈ പ്രസ്ഥാനത്തിന് ലോകത്തിലെ മിക്കവാറും എല്ലാ മേഖലകളിലും അതിൻ്റെ യൂണിറ്റുകളുണ്ട്. പ്രത്യേകിച്ചും വിദ്യാർത്ഥികളെ ഉദ്ദേശിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നതെങ്കിലും ഇതിനകത്ത് പ്രവർത്തിച്ചവർ ഈ പ്രസ്ഥാനം വിട്ടുപോകാതെ സീനിയർ മെമ്പേഴ്സായിട്ട് തുടരുന്ന രീതിയാണുള്ളത്. 26-ന് വൈകുന്നേരം 6-ന് ചേരുന്ന സമ്മേളനം ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവ ഉദ്ഘാടനം ചെയ്യും. 27-ന് രാവിലെ കോട്ടയം വൈദിക സെമിനാരി പ്രിൻസിപ്പൽ ഫാദർ റെജി മാത്യു വേദപഠനത്തിന് നേതൃത്വം നൽകും. ടാലന്റ് നൈറ്റിൽ പിന്നണി ഗായകൻ KG മർക്കോസ് മുഖ്യാതിഥിയായി പങ്കെടുക്കും. 28-ന് നടക്കുന്ന വേദപഠനത്തിന് ഡോക്ടർ യൂഹാനോൻ മാർ ദിമത്രിയോസ് മെത്രാപ്പോലിത്ത നേതൃത്വം നൽകും. ഉച്ചയ്ക്ക് 2-ന് മാധ്യമ വിചാരം സഭയുടെ മാധ്യമ കമ്മീഷൻ അധ്യക്ഷൻ ഡോക്ടർ യൂഹാനോൻ മാർ ദിയസ്കോറോസ് മെത്രാപ്പോലിത്ത ഉദ്ഘാടനം ചെയ്യും. 10:30-ന് നടക്കുന്ന യോഗത്തിൽ കവിയും ചലച്ചിത്ര ഗാനരചയിതാവുമായ രാജീവ് ആലുങ്കൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുമെന്നും സംഘടനയുടെ പ്രസിഡന്റും ഓർത്തഡോക്സ് സഭാ തുമ്പമൺ ഭദ്രാസനാധിപനുമായ എബ്രഹാം മാർ സെറാഫി മെത്രാപ്പോലിത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഡിസംബർ 26-ാം തീയതി മുതൽ 29-ാം തീയതി വരെ പത്തനംതിട്ട കാതോലിക്കറ്റ് കോളേജിലും പത്തനംതിട്ട ബേസിൽ ദേവ അരമന ചാപ്പലിലുമായിട്ട് നടക്കുന്ന ഈ ആഗോള കോൺഫറൻസിൽ നമ്മൾ 380ഓളം കുട്ടികളെയാണ് പ്രതീക്ഷിക്കുന്നത്. രജിസ്ട്രേഷൻ മുന്നേറുമ്പോൾ ഒരുപക്ഷെ അത് 400-500 ആകാനും സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ കേരളത്തിന് വെളിയിൽ നിന്നും ഇന്ത്യക്ക് വെളിയിൽ നിന്നും പ്രതിനിധികൾ ഈ കോൺഫറൻസിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ട്. ഒരു മാധ്യമ സെമിനാർ തന്നെ ഇതിനകത്ത് സംഘടിപ്പിക്കുന്നുണ്ട്. പ്രോഗ്രാമിൽ അതുണ്ട്. നമ്മുടെ ചാനലുകളിൽ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവരെ കൂടെ ചേർത്ത് കുട്ടികളുമായിട്ട് അവർക്കും സംവാദിക്കുവാനും ചർച്ച ചെയ്യുവാനുമായിട്ടുള്ളൊരു അവസരം ഒരുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആധ്യാത്മിക വിഷയങ്ങൾ പോലെ തന്നെ കുട്ടികളുടെ മാനസിക സമ്മർദ്ദം തുടങ്ങിയ വിഷയങ്ങളെയൊക്കെ ചർച്ച ചെയ്യുവാനും അവർക്ക് സംസാരിക്കുവാനുമായിട്ടുള്ള കൗൺസിലിംഗ് സെഷൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചേർത്താണ് ഇതിന്റെ പ്രോഗ്രാം നിശ്ചയിച്ചിരിക്കുന്നത്. ജനറൽ സെക്രട്ടറി ഫാദർ ഡോക്ടർ വിവേക് വർഗീസ്, ഭദ്രാസന സെക്രട്ടറി ജോൺസൺ കല്ലിട്ടതിൽക്കോർ എപ്പിസ്കോപ്പ ഫാദർ CK തോമസ്, അഡ്വക്കേറ്റ് ബാബുജി ഈശോ, ആൽവിൻ ഈശോ കോശി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. Mount Zion Medical College Hospital, Adur, Pathanamthitta.